ഐക്യകേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമുഖത്താണ് നമ്മളുള്ളത്. അതിൻ്റെ വിറങ്ങലിപ്പിലും മരവിപ്പിലുമാണ്. പക്ഷേ രക്ഷാദൗത്യം ഏതെങ്കിലും തരത്തിൽ മാന്ദ്യമോ മരവിപ്പോ ബാധിക്കാതെ അതിശക്തമായ ഒരു മിനിറ്റ് പോലും പാഴാക്കാതെ മുന്നോട്ടേക്ക് പോവുകയാണ്. പ്രേക്ഷകർ കാണുന്നത് ബെയിലി പാലം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക്, അതിൻ്റെ ആ നിർമ്മാണത്തിന് അന്തിമഘട്ടത്തിലേക്ക് പോകുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ രാവിലെ മുതലല്ല, ഇന്നലെ രാത്രി പെരുമഴയത്തും ഏറ്റവും ദുഷ്കരമായ കാലാവസ്ഥയിലും സൈന്യം ബെയിലി പാലം നിർമ്മാണത്തിനായി അക്ഷീണം പ്രയത്നിക്കുകയാണ്. ഇത് വലിയ അത്യാവശ്യം ജോലിയുള്ള ഒരു പാലമാണ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഹെവി വർക്കുള്ള പാലമാണ്. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ്, ഇന്ന് വൈകിട്ടോടെ ബെയിലി പാലം അപ്പുറത്തേക്കുള്ള ഒരു പ്രവേശന കവാടമായി പരിണമിക്കും എന്ന് കരുതാവോ? ബെയിലി പാലത്തിന്റെ പണി അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നതും അതുതന്നെയാണ്. അതായത് നമുക്ക് ഈ ആർമി ഓഫീസേഴ്സ് അതുമായി ബന്ധപ്പെട്ടവര് വളരെ വേഗത്തിൽ തന്നെ, അതായത് ദ്രുത വേഗത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇക്കാര്യങ്ങൾ തീർക്കുകയാണ്. ഈ പാലം പണി ഇന്നലെ വൈകിട്ടായിരുന്നു ആരംഭിച്ചത്. ഏതാണ്ട് ഇന്ന് രാവിലെ അവർ വളരെ കാര്യക്ഷമമായി ഇടപെട്ടു. ഇന്നിതാ വൈകുന്നേരത്തോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട് ഇത് ഈ പാലം പണി പൂർത്തിയാക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഏതായാലും ആ രീതിയിലുള്ള വലിയ ഒരുക്കങ്ങൾ, അല്ലെ വലിയ മുന്നൊരുക്കമടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിട്ടാണ് ഈ പാലം പണി ഇപ്പോൾ പൂർത്തിയാക്കുന്നത്. ഇനി ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇരുമ്പ് ഷീറ്റ് വിരിക്കണം. ഈ ആദ്യഘട്ടം, അതായത് ഈ തുടക്കത്തിലുള്ള രണ്ട് ഭാഗത്തെ തൂണ് പോലെയുള്ള ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം ഉറപ്പിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കൂടുതൽ പ്രതികരണം അടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരും. അല്പസമയത്തിനുള്ളിൽ രാഹുൽ ഗാന്ധി, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രദേശത്തേക്ക് വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അത് മാത്രമല്ല, ഇവിടെ ഇപ്പോൾ ഈ പാലം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി നമ്മളെ സംബന്ധിച്ച് ആ ഭാഗത്തേക്ക്, അതായത് തൊട്ടടുത്ത ഭാഗത്തേക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ, മുണ്ടക്കൈ ഭാഗത്തേക്ക് വളരെ എളുപ്പത്തിൽ പോകാൻ പറ്റും. അവിടേക്ക് ആർമിയുടെ അടക്കം കുറച്ചധികം എക്യുപ്മെന്റ്സും കാര്യങ്ങളും കൊണ്ടുപോകാൻ പറ്റും. ആംബുലൻസ് കണക്ഷൻ സൗകര്യം അടക്കമുള്ള കാര്യങ്ങൾ ഒരുക്കാനും പറ്റും. ഏതായാലും ആ രീതിയിലുള്ള ക്രമീകരണം ഇപ്പോൾ ഒരുക്കുകയാണ്. ഈ ആർമി ഓഫീസേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടെ ഉണ്ട് താനും. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ ആർമി ഉദ്യോഗസ്ഥർ തന്നെ ചില പ്രതികരണമടക്കമുള്ള കാര്യങ്ങൾ അത് നടത്തുകയും ചെയ്യും. ഏതായാലും ഈ ചൂരൽമല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തിരച്ചിൽ നടക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് വലിയ തടസ്സമായിരുന്ന, പാലം ഒഴുകിപ്പോയതിനു ശേഷം അങ്ങോട്ടേക്ക് തടസ്സമായിരുന്ന ഒരു കണക്ടിവിറ്റി അതിപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഉറപ്പാക്കാൻ കഴിയുമെന്നുള്ളതാണ് ആർമി ഓഫീസേഴ്സ് പറയുന്ന കാര്യം. ഇന്ന് വൈകിട്ട് ഏതാണ്ട് ഒരു 5 മണിയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും ഇത് സജ്ജമാക്കുമെന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി, അതേപോലെ തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തും എന്നുള്ള വിവരം കൂടി എത്തുന്നുണ്ട്. മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തും. നിലവിൽ ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം മുതൽ എടുത്ത സമയം കൊണ്ടാണ് ഇത്രയും വേഗം ഇത് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. അത് ഒരുപക്ഷെ നമ്മുടെ ഈ രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച്, തെരച്ചിലിനെ സംബന്ധിച്ച് ആ സമയങ്ങളിൽ കാര്യമായ മഴ പലപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഈ പാലം പണിയെ ബാധിച്ചില്ല. ഇപ്പോഴും പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് രാവിലെയൊക്കെ വലിയ തരത്തിൽ കോടയായിരുന്നു, മൂടൽമഞ്ഞായിരുന്നു. പക്ഷെ അത്തരം കാര്യങ്ങളിലൊന്നും തടസ്സപ്പെടാതെ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം പൂർണ്ണതോതിൽ, അതല്ലെങ്കിൽ ഈ തെരച്ചിൽ പൂർണ്ണതോതിൽ നടക്കുകയാണ്. JCBയും ഹിറ്റാച്ചിയും ഒക്കെ കൊണ്ടുപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കമുണ്ട്. ഈ ഒഴുകി വരുന്ന പുഴ അത് ദിശ മാറ്റി ഒഴുക്കിവിടാനുള്ള ചില ശ്രമങ്ങളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ശ്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. കാശ്മീർ ഇടവേളകളില്ലാതെ സൈന്യത്തിന്റെ ജോലി. ഇപ്പോൾ ബെയിലി പാലം ഉടൻ തന്നെ അത് പ്രാവർത്തികമാകും, അല്ലെങ്കിൽ യാഥാർത്ഥ്യമാകും. ഈ ബെയിലി പാലം കൂടി വരുന്നതോടുകൂടി ഈ രക്ഷാപ്രവർത്തനം അതിന്റെ അടുത്ത ഫേസിൽ കൂടുതൽ പേസോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ സംശയമില്ല. ബെയിലി പാലം ഉടൻ തന്നെ യാഥാർത്ഥ്യമാണെന്ന് പ്രതീക്ഷിക്കുന്നു.